ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സലിയാസ് വേൾഡ്. അപ്പോൾ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പം നമ്മൾ കുറേ കാലമായി ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതത്ര വലിയ ലോങ് അല്ലെങ്കിലും ചെറിയൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നേരം 5 മണിക്കാണ് കേട്ടോ നീറ്റ്. അപ്പോൾ രാവിലെ തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും നെയ്യപ്പം ഉണ്ടാക്കിയിരുന്നു അമ്മ. അപ്പോൾ ചൂട് കൊടുക്കാൻ അതും കഴിച്ച് പിന്നെ നേരത്തെ വേഗം ചെയ്തത് തിരുമ്പാൻ നിന്ന് കേട്ടോ. 5:30 തന്നെ പുറത്തെ ലൈറ്റൊക്കെ ഇട്ടുകൊണ്ട് അപ്പോൾ തിരുമ്പാൻ നിന്ന് കുറച്ച് മെഷീനിലിടാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ അതൊക്കെ മെഷീനിലിട്ട് അപ്പോൾ അതാ ഞാൻ മെല്ലെ അമ്മ നെയ്യപ്പം ചൂടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ചൂടുള്ള നെയ്യപ്പം കൂട്ടിയിട്ടാണ് ഞാൻ നേരത്തെ ചായ കുടിച്ചത്. അപ്പം അമ്മക്ക് ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ രാവിലെ സ്പെഷ്യലായിട്ടൊരു കടി വേണം. പക്ഷേ നമ്മളോട് ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ എക്സ്ട്രാ കടി ഉണ്ടാക്കും കേട്ടോ. പക്ഷേ ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു പൊരിക്കടയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മാത്രമാണ് രാവിലത്തെ കടി. പക്ഷേ ഇവിടെ നോർമലി ഉണ്ടാക്കണം, അമ്മമാരുണ്ടാക്കും. ഇവിടെ കൂടുതൽ നെയ്യപ്പൊക്കെയാണ് ഇട്ടുണ്ടാക്കുക. അവിടെ ഉപ്പാക്കൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ബിരിയാണിക്കുള്ള നമ്മളിന്ന് സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ പെരുന്നാളായിട്ട്. അപ്പോൾ അതിക്കുള്ള ഉള്ളിയുടെ ഏകദേശങ്ങൾ പിന്നെ അതാ ബീഫ് കഴുകി വെച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ വേവിച്ച് വെക്കാറുണ്ട് തലേ ദിവസം. നമ്മളത് ചെയ്തിട്ട് പ്രാവശ്യം. പിന്നെ അതാ പുട്ടടുപ്പത്ത് കയറിയിട്ടുണ്ട്. പിന്നെ അതാ ഒരു ഭാഗത്ത് പിന്നെ ഞാൻ ഇപ്രാവശ്യം കുക്കിംഗ് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പിന്നെ അതാ നമ്മൾ ഇപ്രാവശ്യം പെരുന്നാൾ സ്പെഷ്യൽ ലോട്ടസ് സ്കെച്ചിൻ്റെ സൂപ്പർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അതാണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ. ഡ്രസ്സ് വീട്ടിലിടുന്ന ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏകദേശം പണികളൊക്കെ കഴിഞ്ഞിട്ട് പായസം പിന്നെ രാവിലത്തെ നെയ്യപ്പാണ് കേട്ടോ. നെയ്യപ്പം പായസമൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങി. ചോറിനൊക്കെ മുന്നേ തന്നെ ഇവിടെ ആ സാധനങ്ങളൊക്കെ ഉപയോഗം. പിന്നെ എന്താ നല്ല ബീഫ് വരട്ടിയത് ബീഫാണ് കേട്ടോ. പിന്നെ ഉപ്പാൻ്റെ ചോറ് അടുപ്പത്താണ്. പിന്നെ ആക്കത്തിന് ഞങ്ങളിവിടെ നേരത്തെ കഴിക്കുന്ന പരിപാടിയൊന്നുമില്ല. ആക്കത്തിന് മതി വിചാരിച്ചു. പിന്നെ അതാ ചിക്കൻ ഫ്രൈ, പിന്നെ അന്നത്തെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി. കുറേ കാലമായിട്ട് ഫ്രൈഡ് റൈസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് എന്തായാലും ചിക്കൻ കറി മതിയെന്ന് ചിക്കൻ ബിരിയാണി മതിയെന്ന് തന്നെ. പിന്നെ മോരുകറി ഇതൊക്കെ തന്നെ ഉള്ളൂ. ഒരു കറി കുറച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അത് ഉപ്പാൻ്റെ ചോറ് ചിലപ്പം ഇപ്പം അങ്ങനെ നമ്മൾ മസാല ചെയ്യാതെ എടുത്ത് വെച്ചാൽ ചിലപ്പം കഴിക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ നേരത്തെ കാണിച്ച ലോട്ടസിൻ്റെ ബിസ്ക്കറ്റിൻ്റെ പുഡിങ് ആണ് കേട്ടോ. ഏകദേശം നമ്മൾ നേരത്തെ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഒരു പാത്രം കഴിഞ്ഞിട്ടോ. ഒരു പാത്രം ഏകദേശം ഫിനിഷ് ആവാനായി. ഇത് രണ്ടാമത്തെ പാത്രം ഉണ്ട്. ഇത്ര തന്നെ കുറച്ച് അളവിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷേ മസ്റ്റ് ട്രൈ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഞാൻ എന്തായാലും ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.